അങ്ങനെ ഫൈനലി നമ്മൾ ശരിക്കും മണാലിയിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. നമ്മൾ ഈ ഹിമാചൽ വന്നിട്ട് ഒരു 3-4 ദിവസം ആയെങ്കിലും നമ്മൾ ഇത്രയും ദിവസം സ്റ്റേ അടിച്ചും എക്സ്പ്ലോർ ചെയ്തത് മൊത്തം കസോളായിരുന്നു. നമ്മളെ ഈ ട്രിപ്പിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡേയും കൂടിയാട്ടാ ഇത്. അതെന്താ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ മണാലിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതാണ് അവസ്ഥ. ഏടെ നോക്കിയാലും മഞ്ഞന്നെ, മൊത്തത്തിൽ ഒരു മഞ്ഞുമയം. നമ്മളെല്ലാരും കൂടി രാവിലെ ട്രക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് ഏതോ ഒരു കുന്നുമലയും കയറാൻ വേണ്ടി. അനങ്ങാണ്ട് ആ മഞ്ഞ കുത്തിയിരുന്ന എന്റെ മേത്തേക്ക് ആരോ ഒരാൾ മഞ്ഞം കെട്ടിയെടുത്ത് എറിഞ്ഞപ്പോ പിന്നെ ഞാനൊന്നും നോക്കില്ല, അറഞ്ചം പുറഞ്ചെറിഞ്ഞു. അപ്പൊ പിന്നെ എല്ലാരും നമ്മളെ കൂടെ അങ്ങ് കൂടി. അല്ലെങ്കിൽ ഇങ്ങനൊരു ദിവസം ആഗ്രഹിക്കാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഇതുവരെയുള്ള നടത്തൽ അടിപൊളിയായിരുന്നു. അതിന്റെ മേലേക്കുള്ള പോക്കേനു ഒരു പോക്ക്. അത് വല്ലാത്തൊരു അഡ്വഞ്ചർ തന്നെയായിരുന്നു. മലയാണോ മഞ്ഞാണോ വഴിയാണോ എന്നൊന്നും മനസ്സിലാവാത്ത ഏതോ ഒരു മലയിൽ വഴി ഉണ്ടാക്കി നമ്മൾ അങ്ങനെ അങ്ങ് കയറിയതാ. ഈ കാണുന്ന കണ്ടില്ലേ, മേലേക്ക് വരെ കയറി വരാൻ നല്ല രസമായിരുന്നു. ഇത് താഴേക്കുള്ള ഇറക്കാട്ടാ. സത്യം പറഞ്ഞാൽ ഒരാളൊരു 5-6 പ്രാവശ്യം ഉരുണ്ട് പണഞ്ഞ് വീണിട്ടുണ്ടാവും. പക്ഷേ അടിപൊളിയായിരുന്നു ഗൈസ്. ആ ഒരു ട്രക്കിംഗ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡേ ആണ്. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ ബൈ.